ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിനി വട്ടവടയിലേക്ക് പോവുകയാണ്. അപ്പോൾ വട്ടവടയിൽ നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ വട്ടവട എത്തി. വട്ടവട നമ്മൾ ടൗണിലെത്തി കേട്ടോ. അപ്പോൾ ടൗണിൽ നമ്മൾ കുറേ സവാരിക്ക് വേണ്ടിയിട്ട് ജീപ്പ് സൈഡിൽ നിർത്തി വെച്ചിട്ട് കാണാം. അപ്പോൾ റോഡ് നമ്മൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വണ്ടി താഴോട്ട് പോകാൻ പറ്റത്തില്ല. കാറൊക്കെ ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട് വിളിക്കാം കേട്ടോ. അപ്പം നമ്മൾ വണ്ടിയൊന്നും പിടിക്കാതെ നേരെ കാറിൽ തന്നെയാണ്. കുറച്ച് താഴെയാണ്, ഒരു കുഴി പോലത്തെ സ്ഥലത്താണ്. അപ്പം കുറച്ച് റിസ്ക്കാണ്, നമ്മുടെ കാറൊക്കെ താഴോട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി താഴെ ഇറക്കി കഴിഞ്ഞാൽ മേലോട്ടേക്ക് കയറുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ കുന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ എത്താറായിട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു നിങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കുന്നിറക്കമാണ് നമ്മൾ ഈ സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വ്യൂ ആണ് നമ്മൾ സ്ട്രോബെറി തോട്ടം. അപ്പോൾ റോഡൊക്കെ പൊളിഞ്ഞ് കിടപ്പാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ ജീപ്പ് മാത്രമേ ഇറക്കാൻ പറ്റൂ. അപ്പോൾ കാറൊക്കെ ഇറക്കുമ്പോൾ മെല്ലെ ഇറക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കുന്ന് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ വണ്ടിയൊക്കെ ഇറക്കി നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് എത്താറായി കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് നമ്മൾ സ്ട്രോബെറി തോട്ടം. അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. പിന്നെ സ്ട്രോബെറി തോട്ടം മാത്രമല്ല, പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തോട്ടമുണ്ട്. ഇപ്പോൾ ഓരോ സൈഡിലായിട്ട് ഓരോ ഇതാണ് കേട്ടോ. അപ്പം ഇവിടെ സ്ട്രോബെറി അല്ലാതെ പിന്നെ സ്ട്രോബെറീൻ്റെ ജാമ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സൺഫ്ലവറും ഫാമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ട് കുറേ ഇവിടെ നിന്ന് വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ സ്ട്രോബെറി ഫാമിലേക്ക് ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ തന്നെ എൻട്രൻസിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് കണ്ടത്. ഇപ്പോൾ ആരും ഇതിൻ്റെ ഉള്ളിൽ കാണുന്നില്ല. സ്ട്രോബെറി ഇങ്ങനെ കഴിച്ച് നിൽപ്പുണ്ട്, പക്ഷേ എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മണി ടൈമിലാണ് ഈ സ്ഥലത്ത് എത്തിയത്. പക്ഷേ ചോദിച്ചപ്പോൾ ഇവിടെ ആളില്ല എന്നൊക്കെ പറയണേ. പിന്നെ നമ്മൾ ഏകദേശം ഇതിൻ്റെ വ്യൂ സ്ട്രോബെറിയും കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. പിന്നെ നമുക്കത് കാണാതെ പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മുന്നേ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വീട്ടിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഞാനും പിന്നാലെ പോയി. അങ്ങനെ എന്തായാലും ഇത് കണ്ടല്ലേ പറ്റൂ. നമ്മൾ ഏകദേശം ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ എത്തിയത് നമ്മൾ സ്ട്രോബെറി ഫാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ ചുറ്റിയൊക്കെ നടന്നു, എങ്ങനെ അകത്ത് കയറാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ടോ. പിന്നെ ഏത് വഴിയിൽ പോയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫാമിൽ ആരെയും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ അങ്ങനെ അന്വേഷിച്ച് ഒരാളെ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വെച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് ഒരു ചേച്ചിയെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, സ്ട്രോബെറി തോട്ടം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, മേലെയാണ്. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്, പക്ഷേങ്കിൽ മേലെയാണ് കാര്യമായിട്ടുള്ളത്. അവിടെ പോയാൽ എന്തായാലും കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ ഒരു ചേച്ചി നമ്മളെ കൊണ്ടുപോയി കേട്ടോ. അപ്പം നമ്മൾ ഈ സ്ട്രോബെറി ഫാമിൻ്റെ ടോപ്പിലാണ് പോണത്. അപ്പോൾ അവിടെ നിറയെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാണാൻ പറ്റാഞ്ഞതെന്ന് വെച്ചാൽ ആ ടൈമിൽ അവിടെ ആളില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരായി ചേച്ചിയുടെ പിന്നാലെ പോയി കേട്ടോ. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ആരൊക്കെ തോട്ടങ്ങളാണ്, എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പോയത് ഒരു ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെയാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പോകുന്ന വഴി നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ കുറേ വള്ളികളും പൂക്കളൊക്കെ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫാമിലേക്ക് എത്തി. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി ഫാമൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിട്ടും കുറേ സ്ട്രോബെറി ഇങ്ങനെ കാഴ്ചയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഫാം എത്തി കേട്ടോ. അപ്പോൾ സ്ട്രോബെറി ഫാമിൽ കുറേ കാഴ്ചിട്ടുണ്ട്. പിന്നെ ബ്ലൂബെറി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻട്രൻസിൽ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉള്ളതും, പിന്നെ ജാമ്, പിന്നെ സ്ട്രോബെറി ജാമും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുറേയൊക്കെ പഴുക്കാറുണ്ട്. ഇപ്പോൾ പഴുക്കാറായിട്ടേ ഉള്ളൂ, കുറേയൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. പിന്നെ ബ്ലൂബെറി ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂബെറിയൊക്കെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം, നമുക്ക് തന്നെ പഴുത്ത് നോക്കി പറിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂബെറിയും സ്ട്രോബെറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിറയെ ബ്ലൂബെറി ആയിരുന്നു. അപ്പോൾ ഞാൻ കുറേ ബ്ലൂബെറിയൊക്കെ പറിച്ചു. പിന്നെ നമ്മൾ സ്ട്രോബെറിയും കുറേ പറിച്ചു കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രോബെറി ജാമും പിന്നെ കുറച്ച് ബ്ലൂബെറിയും സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ.
അപ്പം നമ്മുടെ സ്ട്രോബെറി ഇതൊക്കെ ഇനിയും കൂടുതൽ പഴുക്കാനുണ്ട്. അപ്പോൾ പറിച്ചതൊക്കെ പഴുത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറിക്കണത്. പിന്നെ കുറേയൊക്കെ പറിച്ച് കൊണ്ടുപോയവരൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രോബെറി കുറേയൊക്കെ കാണാത്തത്. അപ്പോൾ വരുന്നവരൊക്കെ പഴുത്ത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് പറിച്ചെടുക്കുമ്പോൾ അപ്പോൾ കുറേയൊക്കെ കുറയും. പിന്നെ നമ്മൾ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒരു സീസൺ ആവുന്നതൊക്കെ പറഞ്ഞു. ആ ടൈമിലാണ് ഇത് നന്നായിട്ട് പഴുക്കണൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊരു ഡിസംബർ ആവുന്ന സമയത്താണ് പോയത്. അപ്പോൾ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ ബ്ലൂബെറിയും സ്ട്രോബെറിയൊക്കെ വാങ്ങി, പിന്നെ ഒരു ജാമും കൂടി വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വട്ടവടയിൽ നിന്ന് തിരിച്ചു. അപ്പം പോകുന്ന വഴിയുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ലൊരു പച്ചപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി മുന്നോട്ട് പോകുന്നത് നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 6:30 മണി ആയിട്ടുണ്ടാകും. ഇരുടൊക്കെ ആവുന്ന ടൈമാണ്. നല്ല തണുപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കോടയും കാര്യങ്ങളായിട്ട്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ചെറിയ ചെറിയ ഷോപ്പൊക്കെ കാണാം. അവിടെ നിറയെ പാഷൻ ഫ്രൂട്ടൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇളനീരൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഇനി ടീ ഫാക്ടറിയിലേക്ക് പോവാം കേട്ടോ. പോകുന്ന വഴി നമ്മളൊരു ചോളം വാങ്ങി കേട്ടോ. അപ്പോൾ ചോളം ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ തീയിലൊക്കെ ചൂടാക്കിയിട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പുളിയായിരുന്നു. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിലെത്തി കേട്ടോ. അപ്പം ചായ ബസാർ എന്ന് പറഞ്ഞാൽ റിപ്പിൾ ടീൻ്റെ ടീ ഫാക്ടറിയിലാണ് എത്തി കേട്ടോ. അപ്പോൾ എങ്ങനെ ചായപ്പൊടി എങ്ങനെ ഉണ്ടാക്കണതും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മുടെ തേയില എടുത്തതിന് ശേഷം നമ്മൾ ഈ പാക്ക് ചെയ്തിട്ട് നമ്മൾ കയ്യിലെത്തിക്കണത്, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ 7 മണി ടൈമിലാണ് എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോയപാടും ഒരു നോർമൽ ടീയും ഒരു മസാല ചായയും ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ മസാല ചായയും ചേട്ടൻ നോർമൽ ടീ ആണ് കേട്ടോ. അപ്പം മസാല ടീ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് മസാല ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം എനിക്കത്ര ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, മസാല കൂടുതലുള്ളതുകൊണ്ടാണോന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം നോർമൽ ടീ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നോർമൽ ടീ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങി കുടിച്ച് നോക്കി കേട്ടോ. അപ്പോൾ പൊളിയാണ്. അപ്പം നമ്മുടെ ഫാക്ടറീൻ്റെ പുറത്തുള്ള ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൺഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ വെറൈറ്റി ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 7 മണിക്കാണ് എൻട്രൻസ്. അതുവരെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, ഏകദേശം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിൻ്റെ പുറത്തായിട്ട് നമുക്കിതാ സൂര്യകാന്തി പൂവുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ 1-2 ഫോട്ടോസൊക്കെ ഈ സ്ഥലത്ത് നിന്ന് എടുത്തു. പിന്നെ നമുക്ക് ഏകദേശം ഉള്ളിൽ കയറുന്ന ടൈമായി കേട്ടോ. അതുവരെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പോയി കറങ്ങി നടന്നു കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇവിടെ തേയില ഫാക്ടറീൻ്റെ വണ്ടിയൊക്കെ വന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊരു ബാക്ക് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമുക്ക് തേയില ഫാക്ടറിയിലെ വണ്ടി വന്നിട്ട്, അപ്പോൾ അത് നിറയെ തേയിലയാണ്. അപ്പോൾ തേയില നുള്ളിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു 6:30 ടൈം ആയിട്ടുണ്ടാവും, നല്ല തണുപ്പും കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ നടന്ന് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ കണ്ട് ചായയൊക്കെ കുടിച്ച് ആസ്വദിക്കാം കേട്ടോ. എൻട്രൻസ് ഫീ ആയിട്ട് നമുക്കൊരു 60 രൂപ അങ്ങനെയാണ് ചാർജ് വന്നത്. അപ്പോൾ 2 പേർക്കും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ ടോപ്പ് ഫ്ലോറിലാണ് നമ്മുടെ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊരു നമുക്കുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ക്രഷ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, അപ്പം കുറച്ചൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ട്രിപ്പിൾ ടീ ഇങ്ങനെയാണ് വരുന്നതൊക്കെ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട് ചായപ്പൊടിയുടെ
ഓരോ ചായപ്പൊടിയുടെയും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ നമുക്ക് വ്യക്തമായിട്ട് ഇവിടുന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ചായപ്പൊടി ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്നത് വരെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് തേയില ഉണക്കിയതും പൊടിച്ചിട്ട് എങ്ങനെ ഈ മെഷീനിൽ ഇത്രയും ദൂരം ഇത്ര ടൈം എടുത്തിട്ട് ഈ പാക്കിങ് ആകുന്ന വരെയുള്ള ടൈമിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കഴിയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റിപ്പിൾ ടീ ഒക്കെയാണ് ഈ പാക്കിങ്ങിലൊക്കെ ഇരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ടീ ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്തൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ചായപ്പൊടി പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടത്തെയും കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഒരു 7:30-8 മണിയായി. നമ്മുടെ ചായ ബസാർ ഒരുപാട് ആൾക്കാർ ചായയൊക്കെ കുടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതായിക്കൂടെ ഉണ്ട് കേട്ടോ. നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളൊരു ചായ കുടിക്കാൻ കയറി. ഇപ്പം ചായയും പിന്നെ എന്താണ് പിന്നെ പൊറോട്ടയും പിന്നെ എൻ്റെ ഫേവറേറ്റ് അൽഫാം ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാം പെരി പെരി അൽഫാമും പിന്നെ മയോണൈസ് എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ ചൂടുള്ള പൊറോട്ടയും അൽഫാമൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് കേട്ടോ.